السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളുടെ നേരെ തുടർച്ചയല്ല, എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മേഖലയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പിശാച് മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായ തൽബീസുകൾ ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ 3 ക്ലാസ്സിലായി നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനമായും ഉണ്ടാക്കുന്ന അവന്റെ മുഖ്യ ലക്ഷ്യമാണ് നേരായ വഴിയിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുക. സിറാത്ത് മുസ്തഖീമിൽ നിന്ന് മനുഷ്യൻ തെറ്റിച്ച് വ്യത്യസ്തങ്ങളായ പിഴച്ച വഴികളിലേക്ക് അവനെ കൊണ്ടുപോയി നരകത്തിലേക്ക് എത്തിക്കുക എന്നത് പിശാചിന്റെ ഏറ്റവും മുഖ്യമായ അജണ്ടയാണ് എന്ന് ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ ഒരു പരിധിവരെ അവന് ഈ ഉമ്മത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എന്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും, 72 നരകത്തിലാണ്, 1 മാത്രമാണ് സ്വർഗത്തിൽ എന്ന ഹദീസിന്റെ അധ്യാപനം യഥാർത്ഥത്തിൽ അതാണല്ലോ. ഉമ്മത്ത് 73 പിരിയും, ആ പിരിയൽ തന്നെ പൈശാചികമാണ്. അതിൽ 72 നരകത്തിലാണ്, 1 മാത്രമാണ് സ്വർഗത്തിലുള്ളത്. അപ്പൊ ഈ ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകളെയും നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അവനെ വിജയിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അത് ഉമ്മത്തിനെ കുറിച്ചാണ്, ഇതര മതക്കാരെ കുറിച്ചല്ല. ഈ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച നബിതങ്ങളുടെ ഉമ്മത്ത് എന്ന് പറയാവുന്ന ആ ആളുകളിൽ തന്നെ മൊത്തം 73 പിരിയുമെന്നും ആ 73 72 നരകത്തിലാണ് എന്നും 1 മാത്രം സ്വർഗത്തിലാണ് എന്നും പറയുമ്പോൾ പിശാചവന്റെ കുതന്ത്രങ്ങൾ എത്രമാത്രം വിജയിക്കുന്നു എന്നാണല്ലോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് സ്വഹാബത്ത് ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ തന്നെ ഈ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ പിശാച് വിജയിക്കുകയും വ്യത്യസ്തമായ വഴികളിൽ ഉമ്മത്ത് ഭിന്നിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലത്ത് രംഗത്ത് വന്നവരാണ് ഖദരികളും ഷിയാക്കളും ഖവാരിജുകളും. ഇത് 3ലുമുള്ള ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ് എന്ന് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞ വിധി എഴുതിയ എല്ലാ അതിർത്തിയും ലംഘിച്ച പഴുതിവിട്ട വാദങ്ങളുമായി വന്നവർ ഈ 3ലുമുണ്ട്. തൊട്ടുപിറകിൽ താബഈകളുടെ കാലഘട്ടത്തിലുണ്ടായ സംഘങ്ങളാണ് മുഅ്തസിലിയത്ത്, അതുപോലെ തൊട്ടുപിറകിലായി ജഹ്മിയത്ത്, ജബരിയത്ത്, ജഅദിയത്ത് എന്നിവയെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ 2ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത സംഘങ്ങളാണ്. പിന്നീട് അത് തന്നെ വ്യത്യസ്തമായ പേരുകളിലായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി വീണ്ടും പുതിയ സംഘങ്ങളായി വന്നു. അശ്അരിയത്ത്, മാതുരിദിയത്ത്, തസവുഫ് എന്നിവയൊക്കെ മൊത്തത്തിൽ അങ്ങനെ നമുക്ക് ഈ ഇടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും അവരുടെ പല വിശ്വാസ നയ നിലപാടുകളും ഈ പറയപ്പെട്ട പല സംഘങ്ങളുമായി ബന്ധമുള്ളതും അവരുടെ കടമെടുത്തതുമാണ് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ സംഘങ്ങളിൽ തന്നെ വീണ്ടും
ഉപവിഭാഗങ്ങളായി ഭിന്നിക്കുകയുണ്ടായി. ഷിയാക്കളിൽ 23 ഗ്രൂപ്പായി വരെ ഭിന്നിച്ചതായി അത്തരം വിഷയങ്ങൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാർ എണ്ണിപ്പറയുന്നത് കാണാൻ കഴിയും. മുഅ്തസിലിയാക്കൾ അടിസ്ഥാനമായി 12 വിഭാഗമാറുകയും അതും വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ 20-ലേറെ ഉപവിഭാഗങ്ങളായി തിരിയുകയും ചെയ്തതാണ് കാണാനാകുന്നത്. ഖദരികൾ പൊതുവെ നമ്മൾ ഖദരിയത്ത് എന്ന് പറയുമെങ്കിലും അടിസ്ഥാനമായി 2 തരത്തിലാണ് ഖദരിയത്ത്. ആ രണ്ടും തന്നെ വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളായി ഉപവാദങ്ങളായി പിന്നീട് മാറിയിട്ടുണ്ട്. ഈ സംഘങ്ങളെല്ലാം പരസ്പരം കുഫ്റും ശിർക്കും ആരോപിക്കുകയും ഒരു കൂട്ടർ കാഫിറാണെന്ന് മറ്റൊരു കൂട്ടർ പറയുകയും അവർ കാഫിറാണെന്ന് ഇവർ പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്തു എന്നതും യാഥാർത്ഥ്യമാണ്. അതിൽ പ്രധാനമായും ആളുകൾ തെറ്റിപ്പോയ മേഖലകളിൽ ഒന്നാണ് ഖദാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റൊന്ന് റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങൾ, അസ്മാ വ സിഫാത്ത്. ഈ 2 തലങ്ങളിലാണ് ഏറ്റവും അധികം വ്യതിയാനങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ കടന്നു വന്നത്. അതിൽ ഖദാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം ഇന്ന് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് നാളെയും പറയാം. നാളത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ മറ്റന്നാൾ തുടരുകയും ചെയ്യാം. ഏതാണെങ്കിലും ഖദാ ഖദർ എന്നത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണ്. ഈമാൻ കാര്യം ആറെണ്ണം നമ്മളൊക്കെ ചെറിയ പ്രായം മുതലേ എണ്ണി പഠിച്ച് ചൊല്ലിപ്പടഞ്ഞ് കാണാതെ പഠിച്ചു പോന്ന കാര്യമാണ് ഈമാൻ കാര്യം 6. അതിൽ 6ാമത്തെ കാര്യമാണല്ലോ ഖൈറും ശർറുമായ റബ്ബിന്റെ ഖദറിൽ വിശ്വസിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. നമുക്ക് സംഭവിക്കുന്ന ഏത് കാര്യവും അത് ഖൈറായ കാര്യമാവട്ടെ നമുക്ക് ശർറായ കാര്യമാകട്ടെ റബ്ബിന്റെ ഖദാ പ്രകാരമാണ്, അവന്റെ തഖ്ദീർ പ്രകാരമാണ് അതെല്ലാം സംഭവിക്കുന്നത് എന്നാണ് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യവും അത് പടച്ച റബ്ബിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് നടക്കുക എന്നതാണ് ഖദാ ഖദറിലെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഒരു സംശയവുമില്ലാത്ത വിധം അത്തസ്ദീഖുൽ ജാസിം, ഉറപ്പിച്ചും ബോധ്യപ്പെട്ടും അംഗീകരിച്ചും പ്രഖ്യാപിക്കലാണ് അന്ന കുല്ലമാ യഖഉ ഫീ ഹാദൽ കൗനി ഫഹുവ ബിതഖ്ദീരില്ലാഹി തആല വ മശീഅതിഹി. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏതു കാര്യവും ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം റഹ്മാനായ റബ്ബിന്റെ ഉദ്ദേശവും അവന്റെ തീരുമാനവും നിശ്ചയവും പ്രകാരം മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല താഴോട്ട് വീഴുന്നുവെങ്കിൽ അതുപോലും റബ്ബറിയാതെ പോകുന്നില്ല. അവൻ തീരുമാനിക്കാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഒരു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഒരു സെക്കൻഡിൽ എത്ര ലക്ഷം ഇലകൾ, എത്ര കോടി ഇലകളാണ് ലോകത്തുടനീളം വ്യത്യസ്തമായ മരങ്ങളിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ ഖദാ ഖദറിന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ്. അപ്പൊ ഈമാൻ കാര്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖദറിലുള്ള വിശ്വാസം. എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ നൽകിയ മറുപടിയിലും കാണാം ഈ 6 കാര്യം എണ്ണി പറഞ്ഞു. അതിൽ 6ാമതായി പറഞ്ഞു എന്നാണ്. ഖൈറും ശർറുമായ എല്ലാത്തിനും ഖദർ പ്രകാരമാണ് എന്നത് നീ വിശ്വസിക്കലാണ് എന്നാണ് നബി തങ്ങൾ നൽകുന്ന മറുപടി. ഖദരികൾ എന്ന പേരിൽ ഒരു സംഘം രംഗത്ത് വന്നപ്പോൾ സ്വഹാബിമാർ ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഖദർ നിഷേധിക്കുന്നവരാണ് ആദ്യം വന്നവർ. ഖദരികൾ 2 തരമാണ് നേരത്തെ സൂചിപ്പിച്ചു. ഒന്ന് ഖദർ ഇല്ലെന്ന് പറഞ്ഞവർ, 2 ഖദറേ ഉള്ളൂ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞവർ. ഇത് രണ്ടും ഖദരിയത്താണ്. റബ്ബിന്റെ തീരുമാനം തന്നെ ഇല്ല, പഠിച്ചൊന്നും കണക്കാക്കുന്നുമില്ല എന്ന് പറയുന്ന ഖദരികളും പഠിച്ചവന് മാത്രമേ ഇവിടെ വല്ലതും ചെയ്യാനാവും, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, മനുഷ്യന്മാർക്ക് പ്രവൃത്തിയുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല, മനുഷ്യന് ഉദ്ദേശവുമില്ല, പ്രവൃത്തിയുമില്ല എന്ന് പറയുന്ന നേരെ മറുപക്ഷിയും രണ്ടും ഖദരിയത്താണ്.
അഹ്ലുസുന്ന രണ്ടിനും മധ്യയാണ്. ശേഷം ഞാൻ പറയാം. ഇതിൽ ആദ്യം രംഗത്ത് വന്ന ഖദരികൾ ഖദർ നിഷേധികളായിരുന്നു. പടച്ച റബ്ബൊന്നും തീരുമാനിച്ചിട്ടില്ല, റബ്ബൊന്നും കണക്കാക്കിയിട്ടില്ല, റബ്ബൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, മനുഷ്യന്മാരെ സൃഷ്ടിച്ചങ്ങ് വിട്ടു, പിന്നെ മനുഷ്യന്മാരിട്ട് ചെയ്യാണ്, അല്ലാതെ അല്ലാഹു തആല അതിൽ ഇടപെടുന്നില്ല എന്ന് വാദിക്കുന്ന ഖദരിയത്താണ് ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്. അന്ന് ചില സ്വഹാബിമാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം അറിഞ്ഞു ചില ആളുകൾക്ക് ഇപ്പോൾ ഖദർ നിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഫിത്ന നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇദാ ലഖീത ഹൗലാഇ ഫഖ്ബിർഹും, അത്തരം ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരോട് പറഞ്ഞുകൊള്ളുക, അന്നി ബറാഉ മിൻഹും വഅന്നഹും ബറാഉ മിന്നി, ഞാൻ അവരിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചവരാകുന്നു, അവർക്ക് എന്നോടും ബന്ധമില്ല എന്ന് നിങ്ങൾ അറിയിച്ചു കൊള്ളുക. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമറിന്റെ മകൻ അബ്ദുല്ലാഹ് ഇദാ സത്യം ചെയ്ത് പറയുന്നു, ലൗ കാന ലി അഹദിഹിം മിസ്ല ഉഹദിൻ ദഹബൻ സുമ്മ അൻഫഖഹു, അതിൽപ്പെട്ട ഒരാൾക്ക് ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടാവുകയും അത് മുഴുവനും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താലും ശരി, മാ ഖബിലഹു അല്ലാഹു മിൻഹു, അല്ലാഹു തആല അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല, ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദർ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് ഉമറിന്റെ മകൻ അബ്ദുല്ലാഹ് ഇദാ സത്യം ചെയ്ത് പറയുന്നു എന്ന് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. അപ്പൊ അത്ര ഗൗരവത്തിലാണ് സ്വഹാബിമാർ അതിനെ കണ്ടത് എന്നർത്ഥം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. റബ്ബിന്റെ ഖദാ ഖദറിൽ വിശ്വസിക്കുക. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും, എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ സൂക്ഷ്മമാവട്ടെ, എന്റെ ഇന്നത്തെ ഈ സംസാരവും ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് വന്നിരുന്നതും ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളടക്കം ഏതും അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ തീരുമാനപ്രകാരം മാത്രമാണ് എന്നത് ഈ ഈമാനിന്റെ ഖദാ ഖദറിലെ ഈമാനിന്റെ അടിസ്ഥാന ഭാഗമാണ്. ഇനി ആ ഖദാ ഖദർ ഈമാൻ വിശ്വാസം ശരിയാകണമെങ്കിൽ 4 കാര്യത്തിൽ വിശ്വസിക്കേണ്ടതുണ്ട്. ഖദാ ഖദറിന്റെ മർത്തബകൾ, മറാത്തിബുൽ ഖദർ, ഖദറിന്റെ മർത്തബകൾ 4 എണ്ണമാണ്. എല്ലാം അല്ലാഹു കണക്കാക്കിയത് പറഞ്ഞ പോലെ മാത്രമല്ല, 4 തരത്തിൽ വിശ്വസിക്കുക. കാരണം ഈ 4 തരത്തിലും വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഈ 4 മേഖലയിലും വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ലോകത്തെ വ്യത്യസ്തമായ സംഘങ്ങൾക്ക്. അപ്പൊ അവര് ആ തെറ്റായ വിശ്വാസമല്ല നമ്മുടേത്. എന്റെ വിശ്വാസം ഖുർആനും ഹദീസും പഠിപ്പിച്ച ശരിയായ വിശ്വാസമാണ്. നബിയുടെയും സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈകളുടെയും ശാഫിഈ ഇമാമിന്റെയും ഇമാം മാലിക്കിന്റെയും ഇമാം അഹ്മദിന്റെയും എല്ലാം വിശ്വാസമാണ്. ബുഖാരിയുടെയും മുസ്ലിമിന്റെയും എല്ലാം വിശ്വാസമാണ് റഹിമഹുമുല്ലാഹ് എന്ന ബോധ്യം നമുക്കുണ്ടാവും. അഹ്ലുസുന്നയുടെ പ്രത്യേകത അവരുടെ വിശ്വാസങ്ങളെല്ലാം മുൻഗാമികളുടെ സലഫുകളുടെ വിശ്വാസമായിരിക്കുമെന്നാണ്. സലഫുകളുടെ വിശ്വാസത്തിലേക്കാണ് അഹ്ലുസുന്ന ക്ഷണിക്കുക. ഏത് വിഷയത്തിലും സ്വഹാബത്തെ വിശ്വസിച്ചു, താബിഈകളെ വിശ്വസിച്ചു, താബിഈ താബിഈകളെ വിശ്വസിച്ചു എന്ന് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് വിശ്വസിക്കാൻ ആഹ്വാനം ചെയ്യുകയുമാണ് അഹ്ലുസുന്നയുടെ രീതി. അല്ലാത്തവരൊന്നും അതിലേക്ക് വിളിക്കൂല. ഏത് വിഷയത്തിലും വിശ്വാസത്തിന്റെ ഏത് രംഗത്തും മറ്റു ഒരു സംഘവും അതിലേക്ക് ക്ഷണിക്കില്ല. ഷിയാക്കൾ അതിലേക്ക് ക്ഷണിക്കൂല, ഖവാരിജുകൾ അതിലേക്ക് ക്ഷണിക്കില്ല, മതയുക്തിവാദികൾ മുഅ്തസിലികൾ അതിലേക്ക് ക്ഷണിക്കുകയില്ല, ജബരികൾ, ജഹ്മികൾ, ജഅദികൾ, ഖദരികൾ അവരൊന്നും മുൻഗാമികളിലേക്ക് ക്ഷണിക്കുകയില്ല. എന്നാൽ അഹ്ലുസുന്ന ക്ഷണിക്കുക മുൻഗാമികളിലേക്കാണ്. അഹ്ലുസുന്ന വിശ്വസിക്കുന്ന വിശ്വാസം അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയും. ഈ വിശ്വാസമാണ് നബി തങ്ങൾ വിശ്വസിച്ചത്, ഈ വിശ്വാസമാണ് സ്വഹാബത്ത് വിശ്വസിച്ചത്, ഈ വിശ്വാസമാണ് താബിഈകൾ വിശ്വസിച്ചത്, ഈ വിശ്വാസമാണ് ഇമാം ബുഖാരി വിശ്വസിച്ചത്, ഇമാം ഷാഫി വിശ്വസിച്ചത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ അഹ്ലുസുന്നയ്ക്ക് പറ്റും. അതാണ് അഹ്ലുസുന്നയും അല്ലാത്ത തമ്മിൽ വിശ്വാസ രംഗത്തുള്ള ഏറ്റവും വലിയ വ്യത്യാസം തന്നെ. അപ്പൊ അഹ്ലുസുന്ന ഈ ഖദറിന്റെ ഈമാൻ അവർ അത് നിശ്ചയിക്കുന്നത്, പഠിപ്പിക്കുന്നത് 4 മർത്തബകൾ വിശ്വസിക്കണമെന്നാണ്. ഒന്നാമത് അൽ ഈമാനു ബി അന്ന അല്ലാഹു തആല അലിമ കുല്ല ശൈഇൻ ജുംലതൻ വതഫ്സീലൻ മിൻ അസലി വൽ ഖിദം. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളെയും റബ്ബ് അറിയുന്നു. റബ്ബിന്റെ ഇൽമ് അതാണ് ഒന്നാമത്തേത്. റബ്ബ് കണക്കാക്കുന്നതിന് മുമ്പ്
അവൻ തീരുമാനിക്കുന്നതിന് മുമ്പ്, അവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആലക്ക് ഇൽമുണ്ട് ഈ വിഷയത്തിൽ. അത് ലോകത്തെ പഠിച്ചതിന് ശേഷമല്ല അല്ലാഹുക്ക് ഇൽമുണ്ടായത്. സൃഷ്ടികൾ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമല്ല അല്ലാഹു തആല അറിഞ്ഞത്. അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയപ്പോഴല്ല അല്ലാഹു തആല അറിഞ്ഞത്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഇൽമ് അവന്റെ അസലിയായ സിഫത്താണ്. പടച്ച റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും അവന്റെ ആദ്യമേയുള്ള പണ്ടേയുള്ള വിശേഷണമാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ. അവൻ അവ്വലാണ്, അവൻ ആഖിറാണ്. അവന് മുമ്പ് മറ്റൊന്നുമില്ല, അവന് ശേഷം മറ്റൊന്നുമില്ല. അല്ലാഹുവിന് മുമ്പ് എന്ന ഒരു അവസ്ഥയില്ല. സൃഷ്ടികൾക്ക് മുമ്പ് എന്ന അവസ്ഥ ഉണ്ട്, സൃഷ്ടികൾ ശേഷം എന്ന അവസ്ഥയുണ്ട്. നമുക്കെല്ലാം അതുണ്ട്. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ മരിച്ചതിന് ശേഷം എന്ന അവസ്ഥ ഉണ്ട്. പടച്ച റബ്ബിനെ സംബന്ധിച്ച് അങ്ങനെ ഒന്നില്ല. അവനാണ് അവ്വൽ, അല്ലാഹയാണ് അവ്വൽ, അല്ലാഹയാണ് ആഖിർ. നബി തങ്ങൾ പറഞ്ഞല്ലോ, നീയാണ് അൻതൽ അവ്വൽ വലൈസ ഖബലക ശൈഉൻ. നീയാണ് അവ്വൽ, നിനക്ക് മുമ്പൊന്നുമില്ല. വഅൻതൽ ആഖിർ വലൈസ ബഅദക ശൈഉൻ. നീയാണ് ആഖിർ, നിനക്ക് അപ്പുറം മറ്റൊന്നുമില്ല. ബാക്കി ആർക്കും ആഖിറത്തില്ല, ബാക്കിയെല്ലാം അവസാനിക്കുന്നതാണ്. തുടക്കമില്ലാത്തവർ ആരുമില്ല. എല്ലാ സൃഷ്ടികൾക്കും തുടക്കമുണ്ട്, എല്ലാ സൃഷ്ടികൾക്കും ഒടുക്കമുണ്ട്. പടച്ചറബിന് തുടക്കമില്ല, പടച്ചറബിന് ഒടുക്കമില്ല. അവന്റെ എല്ലാ വിശേഷങ്ങളും അസലിയാണ്, മുമ്പേ ഉള്ളതാണ്. അതിൽപ്പെട്ട റബ്ബിന്റെ വിശേഷണമാണ് അവന്റെ ഇൽമ്, അവന്റെ അറിവ്. അപ്പൊ ആ അറിവ് എന്തുണ്ടായി? പടച്ച റബ്ബുള്ളിടത്തോളം അല്ലാഹുവിന്റെ ഇൽമുണ്ട്. അതിന് തുടക്കമില്ല. ആ ഇൽമില്ലാത്തൊരു ഘട്ടം അതുണ്ടായിട്ടില്ല. അസ്മാഉ സിഫാത്തിൽ പിഴച്ചു പോയ ആളുകൾ പറഞ്ഞത് അന്ന് അല്ലാഹുവിന് ഇൽമില്ല, പിന്നെ ഇൽമുണ്ടായി പറയേണ്ടി വരൂലേ? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തു, അത് അല്ലാഹു അറിയുന്നു പറയുമ്പോ അപ്പൊ അല്ലാഹുക്ക് ഇതുവരെ ഇല്ലാത്ത ഇൽമ് ഇപ്പൊ ഉണ്ടാവൂലേ? അതുകൊണ്ട് അല്ലാഹുക്ക് ഇൽമേ ഇല്ല എന്ന് പറയണം എന്ന് വാദിച്ചുകൊണ്ട് റബ്ബിന്റെ സിഫത്തുകളെ നിഷേധിച്ചവരാണ് മുഅ്തസിലികൾ. ജബരികൾ, ജഹ്മികൾ, ജഅദികൾ ഒക്കെ സിഫത്തുകളെ നിഷേധിച്ചവരാണ്. അശ്അരികൾ 7 സിഫത്ത് അംഗീകരിക്കുകയും ബാക്കിയുള്ളവർ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്തവരാണ്. മാതുരീദികൾ അശ്അരികൾ അംഗീകരിച്ച ചിലത് കൂടി നിഷേധിച്ചവരും അവർ നിഷേധിച്ച ചിലതിനെ അംഗീകരിച്ചവരുമാണ്. എന്നാൽ അഹ്ലുസുന്ന അവിടെ വാദപ്രകാരം പടച്ച റബ്ബിന്റെ മുഴുവൻ വിശേഷണങ്ങളും അസലിയാണ്, അബദിയാണ്. ഒരു സൃഷ്ടിയും ഇല്ലാത്ത കാലത്തും അല്ലാഹു തആല ഖാലിഖാണ്. ഒരാൾക്കും റിസ്ക് നൽകാനില്ലാത്ത കാലത്തും അല്ലാഹു തആല റാസിഖാണ്. ഒരാളെയും ജീവിപ്പിക്കാനില്ലാത്ത കാലത്തും അല്ലാഹു തആല മുഹ്യിയാണ്. ഒരാളെയും മരിപ്പിക്കാനില്ലാത്ത കാലത്തും അല്ലാഹു തആല മുമീത്താണ്. അല്ലാഹു റിസ്ക് നൽകുന്നവനാണ്, ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. ഇനി പരലോകത്തെത്തി നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പൂർണ്ണമായും കയറി കഴിഞ്ഞാൽ എല്ലാ ശഫാഅത്തും കഴിഞ്ഞ്, എല്ലാ മഗ്ഫിറത്തും കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഇനി ഒരാളും സ്വർഗത്തിന് കയറാനില്ല, ഇനി ഒരാളും നരകത്തിന് കയറാനില്ല, ഇനി ഒരാളും സ്വർഗത്തിലേക്ക് പുതിയതായി വരാനുമില്ല എന്നായി കഴിഞ്ഞാൽ മരണം എന്ന സംവിധാനത്തെ അല്ലാഹു തആല അറുത്തു കളയുമെന്ന് ഹദീസിൽ കാണാം. മരണത്തെ കൊണ്ടുവന്ന് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും മധ്യ നിർത്തിക്കൊണ്ട് ആ മരണത്തെ അറുക്കും എന്നിട്ട് പറയും, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത്. സ്വർഗക്കാരെ ഇനി മരണമില്ല, നരകക്കാരെ ഇനി മരണമില്ല. അതോടെ സ്വർഗക്കാരുടെ സന്തോഷം വർദ്ധിക്കും, നരകക്കാരുടെ പ്രയാസം അതും വർദ്ധിക്കും. അതോടെ മരണം എന്നത് കഴിഞ്ഞു. ഇനി ലോകത്ത് മരണം എന്ന സംവിധാനം തന്നെ ഇല്ല. മരണത്തെ മരിപ്പിച്ചു, മരണത്തെ കൊന്നുകളഞ്ഞു. അപ്പൊ ഇനി അല്ലാഹു തആല മുമീത്താണോ? അതിന് ശേഷം മുമീത്താണ്. അല്ലാഹുവിന്റെ സിഫത്തിൽ മാറ്റം വരുത്തില്ല. ഒരാളെയും പടക്കാത്ത കാലമുണ്ടല്ലോ, പടച്ചറബ് മാത്രമുള്ള കാലം, ഒരു പടപ്പുമില്ലാത്ത, ഒന്നിനെയും സൃഷ്ടിക്കാത്തൊരു കാലം ലോകത്ത് എത്രയോ കഴിഞ്ഞു പോയല്ലോ. സൃഷ്ടിപ്പ് പിന്നല്ലേ വന്നത്. അന്ന് അല്ലാഹു തആല ഖാലിഖാണോ? ഖാലിഖാണ്. അന്ന് മുഹീ ജീവിപ്പിക്കുന്നവനാണോ? ആണ്. അന്ന് റാസിഖാണോ? അതെ, റാസിഖ് റിസ്ക് നൽകുന്നവനാണ്. ആ റിസ്ക് ഉപയോഗിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് മാത്രം. ആ ഇബാദത്തിന് വിധേയമാകാൻ ഇവിടെ ആരുമില്ല എന്നല്ലാതെ അല്ലാഹു തആലയുടെ സിഫത്തിൽ മാറ്റമില്ല. അപ്പൊ ഖദറിന്റെ ഒന്നാമത്തെ ഘടകം അല്ലാഹുവിന്റെ ഇൽമാണ്. പടച്ച റബ്ബിന്റെ ഇൽമ് അസലിയാണ്. സൃഷ്ടികൾ ഉണ്ടായി വന്നപ്പോൾ അല്ലാഹുവിന്റെ ഇൽമിൽ ഒന്നും വർദ്ധിച്ചിട്ടില്ല. സൃഷ്ടികൾ ഇല്ലാത്ത കാലത്ത് പടച്ചവന്റെ ഇൽമിൽ ഒരു കുറവും ഉണ്ടായിട്ടുമില്ല. അവന്റെ അറിവ് എന്നുമുള്ള അറിവാണ്. അത് അസലിയാണ്,
അബദിയാണ്, മുമ്പേ ഉള്ളതാണ്, എന്നെന്നുമുള്ളതാണ്. ഹയ്യുൽ ഖയ്യൂം, അല്ലാഹ് ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. അതുകൊണ്ട് അവന്റെ എല്ലാ സിഫത്തും പടച്ച റബ്ബിന് എന്നുമുള്ളതാണ്, അതൊരിക്കലും ഇല്ലാതാകാത്തതുമാണ്. അതുകൊണ്ട് ഖദാ ഖദറിന്റെ ഒന്നാമത്തെ ഘട്ടം അല്ലാഹുവിന്റെ ഇൽമിലെ വിശ്വാസമാണ്. എല്ലാം അല്ലാഹ് കണക്കാക്കിയ പോലെ കണക്കാക്കണ മുമ്പും പടച്ചവന് ഇൽമുണ്ട്. കണക്കാക്കിയത് പിന്നെ ആയിരിക്കാം, സൃഷ്ടിച്ചത് പിന്നെ ആയിരിക്കാം, നടപ്പാക്കിയത് പിന്നെ ആയിരിക്കാം. പക്ഷേ ഇൽമ് അല്ലാഹു തആലക്ക് നേരത്തെ ഉള്ളതാണ്. അതാണ് ഖദാ ഖദറിലെ ഒന്നാമത്തെ ഘടകം. അത് മനസ്സിലായാൽ പിന്നെ ബാക്കി ഖദാ ഖദറിനോട് വിശ്വാസം ചെല്ലും. അല്ലാഹ് എഴുതിച്ചില്ലേ, പിന്നെ എങ്ങനെ അതിലുണ്ടാവുള്ളൂ, അതിനപ്പുറം ഉണ്ടാവോ എന്ന് ചോദിക്കണമെന്നാണ് ഈ എഴുത്തുമുക്ക് പോയതാണ്. ഈ എഴുത്തിന് മുമ്പ് പടച്ച റബ്ബിന് ഇൽമുണ്ട്. ആ ഇൽമില്ലാതെ ആരും പറയില്ലല്ലോ. അല്ലാഹ് ഇൽമുണ്ട് സമ്മതിച്ചാൽ പിന്നെ അല്ലാഹ് എഴുതട്ടെ എഴുതാതെക്കട്ടെ, എഴുതാൻ പ്രത്യേകിച്ചുള്ളത്. റബ്ബ് എഴുതിയാലും ശരി എഴുതിയില്ലെങ്കിലും ശരി റബ്ബിന് ഇൽമുണ്ട് എന്ന് സമ്മതിച്ചാൽ ഖദാ ഖദറിൽ വസ്വാസ് തീർന്നു. അതുകൊണ്ട് ആ ഖദർ നിശ്ചയിച്ച ആളുകൾ വ്യത്യസ്ത കാറ്റഗറിക്കാരായിരുന്നു. ചിലര് പറഞ്ഞു അല്ലാഹ് കണക്കാക്കിയിട്ടില്ല, വേറെ ചിലർ അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ എഴുതി വെച്ചിട്ടില്ല. വേറെ ചില പറഞ്ഞു അല്ലാഹ് കണക്കാക്കിയിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല, പക്ഷെ അല്ലാഹ്ക്ക് അറിയാം എന്താ സംഭവിക്കാത്തത്. വേറെ ചില കുട്ടികൾ പറഞ്ഞു അല്ലാഹ് കണക്കാക്കിയിട്ടില്ല, എഴുതിയിട്ടില്ല, അല്ലാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം ഓലാണ് ഏറ്റവും പൊരുത്തപ്പെട്ട ടീം ഖദരിയത്തിലെ ഗുലാത്ത്, അതിന് കവിഞ്ഞ വിഭാഗം അല്ലാഹു തആലക്ക് ഇൽമു ഇല്ലാതാണ്. നമ്മൾ ഇന്ന് നാളെന്ത് ചെയ്യുമെന്ന് പഠിച്ചോടെ എന്താ അറിയില്ലാന്ന പോലെ അല്ലാഹ്ക്ക് അറിയാം. മനുഷ്യന്മാർ ചെയ്യുമ്പോ അല്ലാഹ്ക്ക് അറിയുള്ളൂ എന്ന് വാദിച്ചവർ ഖദരിയത്തിലെ ഗുലാത്ത്, അതിന് വിട്ട എല്ലാ സീമകളും ലംഘിച്ച പിടുത്തം വിട്ട വാദക്കാരാണ് ആ വിഭാഗം ആളുകൾ. മറ്റൊരു കൂട്ടർ പറഞ്ഞു അല്ലാഹ്ക്ക് അറിയാം പക്ഷെ അല്ലാഹ് കണക്കാക്കിയിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞു അറിയാം, കണക്കാക്കിയിട്ടുണ്ട് പക്ഷെ എഴുതി വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത വ്യതിയാനങ്ങൾ ആ രംഗത്ത് സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹ്ലുസുന്ന പറഞ്ഞതല്ല, റബ്ബിന്റെ ഇൽമ് അത് അസലിയാണ്, അത് മുമ്പേ ഉള്ള ഇൽമാണ്. അത് സമ്മതിച്ചാൽ ബാക്കിയെല്ലാം ക്ലിയറായി. നാളെ എന്ത് നടക്കുന്ന അല്ലാഹ്ക്ക് എന്താ അറിയുന്നത് നമ്മൾ സമ്മതിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ഇന്നലെ അറിയോ, മിഞ്ഞാന്ന് അറിയോ, കഴിഞ്ഞ മാസം അറിയോ, കഴിഞ്ഞ കൊല്ലം അറിയോ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ അറിയോ, എന്നും അറിയോ. ഈ നൂറ്റാണ്ടും കൊല്ലവും ആഴ്ചയും മാസമൊക്കെ നമുക്കല്ലേ. അപ്പൊ അല്ലാഹുവിന്റെ സിഫത്തുകൾ മുഴുവനും പണ്ടേ ഉള്ള സിഫത്താണ്, അസലിയായ സിഫത്താണ്. ഹുവൽ അവ്വൽ, അത് അംഗീകരിച്ചാൽ തന്നെ ഈ വസ്വാസം സാധിക്കും. രണ്ടാമത്തെ മർത്തബ കിതാബത്താണ്. ഒന്നാമത്തെ മർത്തബ ഇൽമ്, റബ്ബിന്റെ അറിവ്. രണ്ടാമത്തെ മർത്തബ കിതാബത്ത്, അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചു. അത് അസലിയല്ല, അത് ഫിഇലാണ്, അത് പിന്നെ സംഭവിച്ചതാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചു. അന്നാണോ അല്ലാഹ് അറിഞ്ഞത്? അല്ല, നേരത്തെ പറഞ്ഞല്ലോ അറിവ് നേരത്തെയുണ്ട്. ആ അറിവ് പ്രകാരം റബ്ബിന്റെ അറിവിലുള്ള ചില കാര്യങ്ങളെ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചു. അതാണ് ആകാശഭൂമികൾ പടക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് സംഭവിച്ചത്. ആ രേഖ ഉണ്ടായത് കൊണ്ടല്ല ഇവിടെ കാര്യം പറഞ്ഞത്. അവിടെ എഴുതിച്ചതുകൊണ്ടല്ലേ ഞാൻ എങ്ങനായത്? അല്ല, അത് മക്കത്തെ മുശ്രിക്കുകളെ ശൈലിയാണ്. നബികൾ വന്ന് തൗഹീദ് പറഞ്ഞപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, എന്തിനാ മുഹമ്മദ് ഞങ്ങളെ വിളിക്കുന്നത്? ഞങ്ങള് തൗഹീദ് സ്വീകരിക്കാനാണ് അല്ലാഹുവിന്റെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ തൗഹീദ് സ്വീകരിക്കുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ഉദ്ദേശം ഞങ്ങൾ കുഫ്ർ വെക്കാനാണ്, അപ്പൊ ശിക്ഷിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങളോട് പറയാൻ പറ്റില്ല. ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ശിർക്ക് ചെയ്യുമായിരുന്നില്ല, ഞങ്ങളെ വാപ്പാരും ശിർക്ക് ചെയ്യുമായിരുന്നില്ല. പക്ഷെ വാപ്പാരും ശിർക്ക് ചെയ്തു, ഞങ്ങളും ശിർക്ക് ചെയ്യുന്നു. കാരണം എന്താ? അത് അല്ലാഹു ഉദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞ നബിക്കെതിരെ ഖദർ വെച്ച് തെളിവ് പിടിച്ച മക്കത്തെ മുശ്രിക്കുകൾ, അതേ വാദം പറഞ്ഞവർ ഈ ഉമ്മത്തിലുണ്ട്. അവർക്ക് മുശ്രിക്കിയ എന്നാണ് അവർക്ക് പേരാ. ടീമിൽ ഖദർ വിഷയത്തിൽ തെറ്റിപ്പോയ സംഘങ്ങളിൽ ഒരു സംഘത്തിന് പേരിനെ മുശ്രിക്കിയ, മക്കത്തെ മുശ്രിക്കുകളുടെ വാദമാണ് ഇവിടെ അതേപടി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. മറ്റൊരു ഇബ്ലീസിയ, ഈ ഉമ്മത്തിൽ ഖദർ തെറ്റിപ്പോയ ടീമാണ് ഇബ്ലീസിയ. ഒരു വാദിച്ച ഇബ്ലീസിന്റെ അസ്ലാണ്. പഠിച്ചു ചെയ്ത് ശരിയായില്ല. ആദമിനെ മണ്ണോട് പഠിച്ചു, എന്നിട്ട് തീയോട് പഠിച്ചു, എന്നിട്ട് തീയോട് പഠിച്ച എന്നോട് പറഞ്ഞു ആദം സുജൂദ് ചെയ്യണം. അല്ലാഹ് പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ആ പറഞ്ഞത് ശരിയായില്ല. അതാണ് ഇബ്ലീസിന്റെ വാദം. ഖദാ ഖദർ ആ വാദക്കാരുണ്ട്.
പഠിച്ചോ കണക്കാക്കിയതൊക്കെ, പക്ഷെ കണക്കാക്കിയത് അത് ശരിയായി പോയില്ല, അത് തെറ്റി, അതൊരു നീതിപൂർവകമായില്ല, അത് ഹിക്മത്ത് പ്രകാരമായില്ല. സംഗതി റബ്ബ് കണക്കാക്കിയതിന്, പക്ഷേ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ഖദരികളുണ്ട്. പോലെ പേരാണ് ഇബ്ലീസിയ്യ. ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ കഴിഞ്ഞു പോയ സംഘമാണ്. ഇബ്ലീസ് പറഞ്ഞ അത് ശരിയാണ് പോലെ പറഞ്ഞു. ഇബ്ലീസ് ആ പറഞ്ഞത് ശരിയാണ്. കാരണം അത് ന്യായല്ലേ? ഒന്ന് മണ്ണോണ്ട് മറ്റു തീയോണ്ട്, തീയോണ്ട് പഠിച്ചവനോട് മണ്ണോട് പഠിച്ച സുജൂദ് ചെയ്യാൻ പറയാ, അതെന്താ അർത്ഥം? അതെന്തായാലും അല്ല കൽപ്പിച്ചോളൂ സുജൂദ് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്യാത്ത ഇബ്ലീസിന്റെ തെറ്റ്, പക്ഷെ അല്ല കൽപ്പിച്ചോട്ട് ഒരു ചെറിയ അസാംഗത്യമുണ്ട് എന്നാണ് ഇബ്ലീസിയ്യ വിഭാഗത്തിന്റെ വാദം. ഏതായിരുന്നാലും കിതാബത്ത് എന്നുള്ളത് ആകാശഭൂമികൾ പടക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് മാത്രം നടന്ന കാര്യമാണ്. ഇൽമ എന്നുള്ളത് അന്നുണ്ടായതല്ല, അത് അതിനും എത്രയോ മുമ്പ് എന്ന് പറഞ്ഞാൽ അൽ അവ്വൽ, അറ്റമില്ലാത്തതാണ്, അവ്വലാണ്. അതിനപ്പുറത്ത് പറഞ്ഞില്ല. അവ്വൽ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് പറയില്ല. അല്ല ഇല്ലാത്തൊരു കാലം ഇല്ലല്ലോ, അതുകൊണ്ട് അല്ലാതെ ഇൽമില്ലാത്തൊരു കാലം അതുമില്ല. അത് അവ്വലാണ്, അവ്വലിയത്ത് പടച്ചവനാണ്, മഖ്ലൂഖിന് അവ്വലിയത്ത്. അപ്പോൾ ഒന്നാമത്തെ റബ്ബിന്റെ ഇൽമ്, രണ്ട് റബ്ബിന്റെ കിതാബത്ത്. നബി ഞങ്ങൾ പറഞ്ഞു, അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം, അല്ലാഹു തആല ആദ്യമായി പടച്ചത് ഖലം, പേനയാണ്. ഒന്നാമത്തെ സൃഷ്ടി. അത് ആകാശം പഠിച്ചിട്ടില്ല, ഭൂമി പഠിച്ചിട്ടില്ല, ഒരു സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്ത് പടച്ച റബ്ബ് ആദ്യമായി സൃഷ്ടിച്ചത് അൽ ഖലം, നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പറഞ്ഞ ഖലം. അതാണ് ഒന്നാമത്തെ പടപ്പ്. നബിപ്രകാശമല്ല ആദ്യ സൃഷ്ടി, നരകസ്വർഗമല്ല ആദ്യ സൃഷ്ടി. ഒന്നാമത്തെ സൃഷ്ടി കലമാണ്. കലമിനെ പടച്ചു. എന്നിട്ട് അല്ലാഹു തആല കലമിനോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതണം. അപ്പൊ കലം പറഞ്ഞു, എന്താ എഴുതേണ്ടത്? അല്ലാഹു തആല പറഞ്ഞു, മാ ഹുവ കാഇൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്തെല്ലാം സംഭവിക്കാനുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തി വെക്കണം. ഖിയാമത്ത് വരെ എന്തെല്ലാം സംഭവിക്കാനുണ്ടോ അതെല്ലാം നീ രേഖപ്പെടുത്തി വെക്കണമെന്ന് അല്ലാഹു തആല കലമിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ കലമ് എല്ലാം എഴുതുന്നു, എല്ലാം എഴുതി കംപ്ലീറ്റ് എഴുതി രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതെന്താ ഉണ്ടായത്? ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ പണി കഴിഞ്ഞ് 50,000 കൊല്ലം കഴിയുമ്പോഴാണ് ആകാശം പടക്കപ്പെടുന്നത്, ഭൂമി പടക്കപ്പെടുന്നത്. അതും കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് പിന്നെ മനുഷ്യന്മാരെ പടക്കുന്നത്. അതൊക്കെ അതിന് ശേഷം ഉണ്ടായതാണ്. ഈ കിതാബ് നടന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ അല്ലാഹു തആല പറഞ്ഞു, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർളി ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. അലം തഅലം, നിനക്കറിയില്ലേ? എന്തറിയില്ലേ? അന്നല്ലാഹ യഅലമു, അല്ലാഹു തആല അറിയുന്നു, മാ ഫിസ് സമാഇ വൽ അർളി, ആകാശത്തിൽ ഉള്ളത് മുഴുവനും അല്ലാഹു അറിയുന്നു, ഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹു അറിയുന്നു. അപ്പൊ അല്ലാഹുവിന്റെ ഇൽമാണ് അവിടെ, അല്ലാഹു അറിയുന്നു. എന്നിട്ടോ ഇന്ന ദാലിക ഫീ കിതാബ്, തീർച്ചയായും അതെല്ലാം ഒരു കിതാബ്, രേഖയിൽ ഉണ്ടതാനും. അപ്പൊ രണ്ടും ഈ രണ്ട് മർത്തബയും ആ ഒറ്റായത്തിൽ പറഞ്ഞു. ഒന്ന് പടച്ച റബ്ബിന്റെ ഇൽമ പറഞ്ഞു, രണ്ട് റബ്ബിന്റെ കിതാബത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്ന ദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹു തആലക്ക് എളുപ്പമാകുന്നു. എങ്ങനെ ഇതൊക്കെ പണം എഴുതി വെക്കുക? നമുക്ക് കഴിയില്ല. നേരത്തെ പറഞ്ഞല്ലോ, മരത്തിന് ഇല വീണ് അല്ലാഹുക്ക് അറിയുന്നുണ്ട്. നമ്മളെ വീട്ടിലെ മുറ്റത്തൊരു മരം ഉണ്ടെങ്കിൽ അവിടെ കസായിട്ടിരുന്നിട്ട് എണ്ണാൻ തുടങ്ങിയാൽ അതിന് അന്ന് വീണ ഇല എണ്ണാൻ നമുക്ക് കഴിയും? നമുക്കത്രേ ഉള്ളൂ. ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിൽ കോടാനുകോടി കാലങ്ങളായി വീണുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഇലകൾ, അതെല്ലാം റബ്ബ് അറിയുന്നു, അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം അല്ലാഹുക്ക് എളുപ്പമാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, സൂറത്ത് ഹജ്ജിലെ 70-ാമത്തെ വചനം. ഇതെല്ലാം പടച്ചോന് എളുപ്പമാകുന്നു. അപ്പൊ റബ്ബിന്റെ ഇൽമാണ് ഒന്ന്, റബ്ബിന്റെ കിതാബത്താണ് രണ്ട്. ഇൽമ് നേരത്തെ ഉള്ളത്, കിതാബത്ത് പിന്നീട് നടന്ന റബ്ബിന്റെ ഫിഅലാണ്, അല്ലാഹ് പ്രവർത്തിച്ചതാണ്. അത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കും. അല്ലാഹുവിന്റെ ഏത് പ്രവൃത്തിയും റബ്ബ് എപ്പോൾ ഉദ്ദേശിക്കുമ്പോൾ പ്രവർത്തിക്കും. അല്ലാഹു ഒന്നിനെ സൃഷ്ടിക്കുന്നു, ഒന്നിനെ ജീവിപ്പിക്കുന്നു, ഒന്നിനെ മരിപ്പിക്കുന്നു, റിസ്ക് കൊടുക്കുന്നു. ഇതൊക്കെ പടച്ചവന്റെ ഫിഅലാണ്. ആ ഫിഅൽ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും
അല്ലാഹു തആല ഓരോ കാര്യങ്ങളിലാകുന്നു. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞല്ലോ. ഇബ്നു അബ്ബാസ് പറഞ്ഞു, എന്താണ് അസ്ഇന്? യുഹ്യി വയുമീതു വയർസുഖു വയുദില്ലു വയുഇസ്സു. അല്ലാഹു തആല ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, റിസ്ക് കൊടുക്കുന്നു, ഇസ്സത്ത് കൊടുക്കുന്നു, ദില്ലത്ത് കൊടുക്കുന്നു. ഇതാണ് കുല്ല യൗമിൻ ഹുവ ഫീ ശൈഇൻ. അത് അല്ലാഹുവിന്റെ പ്രവർത്തനമാണ്, ഒരു ഫീലാണ്. അത് അല്ലാഹു ഫഅലു ലിമാ യുരീദ്, ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നവനാകുന്നു. അത് പഠിച്ചോളിഷ്ടം. ഓരോ സമയത്ത് എന്ത് പ്രവർത്തിക്കണം അത് അല്ലാഹു തീരുമാനിക്കും, അത് ചെയ്യും. എന്നതുപോലെ ആകാശം മുഴുവൻ പടക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് ഇത് രേഖപ്പെടുത്താൻ ഉദ്ദേശിച്ചു. എന്നാൽ രേഖപ്പെടുത്തി. എന്തേ 50,000 കൊല്ലം മുമ്പാക്കിയത്? അല്ലാഹു അഅലം. 1,00,000 കൊല്ലം മുമ്പ് ആയിക്കൂടായിരുന്നു, ആകാമായിരുന്നു. എന്തേ പിന്നെ ആവാഞ്ഞത്? അല്ലാഹു അഅലം, നമുക്കറിയില്ല. അത് റബ്ബിന്റെ ഇഷ്ടാണ്. ഫഅലു ലിമാ യുരീദ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അത് പ്രവർത്തിക്കും. മാഷാ അകാൻ വമാ ലം യശഅ ലം യകുൻ. അവൻ ഉദ്ദേശിച്ചത് ഉണ്ടാകും, ഉദ്ദേശിക്കാത്തത് ഉണ്ടാവുകയില്ല. ആ കിതാബത്തെ രണ്ടാമത്തെ മർത്തബ. അപ്പൊ ഖലാ ഖദറിലെ ഒന്നാമത്തെ മർത്തബ ഇൽമാണ്, രണ്ടാമത്തെ മർത്തബ കിതാബത്താണ്, മൂന്നാമത്തെ മർത്തബ അൽ ഇറാദത്തു വൽ മശീഅ. അല്ലാഹുവിന്റെ ഇറാദത്ത്, ഉദ്ദേശം, അവന്റെ മശീഅത്ത്, അല്ലാഹു ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അഥവാ ലോകത്ത് നടക്കുന്ന ഏത് കാര്യങ്ങളും പടച്ചറപ്പിന്റെ ഉദ്ദേശപ്രകാരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്ത കാര്യം ഉണ്ടാവില്ല, ഉദ്ദേശിച്ച കാര്യം ഉണ്ടാവാതിരിക്കുകയുമില്ല. എന്ത് സംഭവിച്ചാലും ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ മശീഅത്ത് പ്രകാരം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു കാര്യം നാളെ ചെയ്യുമെന്ന് നീ പറയരുത്, ഇല്ല അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞിട്ടല്ലാതെ. നാളെ ഞാൻ വരാം എന്ന് പറയുമ്പോഴും ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നാളെ പോകണമെങ്കിൽ അല്ലാഹുവിന്റെ മശീഅത്ത് വേണം. നമുക്ക് നാളെ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മശീഅത്ത് വേണം. എനിക്കെന്റെ കൈ പൊക്കണമെങ്കിൽ അല്ലാഹുവിന്റെ മശീഅത്ത് വേണം. ഈ കൈ ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഉദ്ദേശത്തിനും അല്ലാഹുവിന്റെ ഉദ്ദേശം വേണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ നമുക്ക് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പോലും പടച്ചറപ്പിന്റെ ഉദ്ദേശത്തിന്റെ കീഴിൽ വരുന്നതാണ്. പടച്ച ഉദ്ദേശിച്ചില്ലെങ്കിൽ നമുക്കൊരു കാര്യം ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല, പിന്നെ നടപ്പാക്കരുത്. അപ്പൊ ലോകത്ത് നടക്കുന്ന ഏത് കാര്യവും റഹ്മാനായ റബ്ബിന്റെ മശീഅത്ത് പ്രകാരമാണ്, ഇറാദത്ത് പ്രകാരമാണ്. അത് എന്തുമാവാം, പഠിച്ചോ എന്തുദ്ദേശിച്ചോ അതൊക്കെ ഉണ്ടാവാം. അതെന്താ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചത്, എന്താ അല്ലാഹു അങ്ങനെ ചെയ്തത്? അല്ലാഹു ആയിട്ട്. അതാണ് മൂന്നാമത്തെ മർത്തബ. നാലാമത്തെ മർത്തബ ഖൽഖ്, ആ കാര്യം സൃഷ്ടിക്കുക. അല്ലാഹു അറിഞ്ഞ, അവൻ രേഖപ്പെടുത്തിയ, അവൻ ഉദ്ദേശിച്ച ആ കാര്യം സൃഷ്ടിക്കുക. അത് നാലാമത്തെ മർത്തബ. അപ്പോഴാണ് പ്രവൃത്തിപഥത്തിൽ വരുന്നത്. ഞാൻ സംസാരിക്കുന്നു, ഞാനിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളത് റബ്ബിന്റെ ഇൽമിൽ മുമ്പേ ഉള്ള കാര്യമാണ്. യാദൃശ്ചികമായിട്ട് ഉണ്ടായതല്ല, യാദൃശ്ചികമായിട്ട് ഒത്തുന്നുണ്ട് ക്ലാസ് എടുത്തായില്ല. അത് പടച്ച റബ്ബിന് മുമ്പേ അറിയുന്ന കാര്യമാണ്. ആകാശം മുഴുവൻ സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പ് അത് എഴുതി വെക്കപ്പെട്ട കാര്യമാണ്. അത് നടക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ച കാര്യമാണ്. അത് നടപ്പിൽ വന്നതോ ഇപ്പൊ ഈ സമയത്താണ്. പടച്ച സൃഷ്ടിച്ചു, ഖൽഖ് നടത്തി. ഈ നാലും യോജിക്കുന്നതാണ് ഖദാ ഖദർ. അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിന്റെ കിതാബത്ത്, പടച്ചോന്റെ മശീഅത്ത്, അവന്റെ ഖൽഖ്. ഈ നാലും ചേരുമ്പോഴാണ് ലോകത്ത് എന്തും സംഭവിക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവില്ല, അല്ലാഹു ഉദ്ദേശിച്ച ഒന്ന് ഇല്ലാതാവില്ല. അതാണ് മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ച് സംഭവിക്കും, അവൻ ഉദ്ദേശിച്ചത് സംഭവിക്കാതിരിക്കുകയുമില്ല. അപ്പൊ അല്ലാഹു ആണ് സൃഷ്ടിപ്പ്, ഖൽഖ്. ആ ഖൽഖ് എന്തിനാണ് ഖൽഖ് ചെയ്യുന്നത്? ഖദരികളുടെ ഒരു വലിയ വിവാദം അതായത്, അല്ലാഹു നമ്മളെ പടച്ചു, ബാക്കി നമ്മുടെ ചെയ്തികൾ അല്ലാഹു പടച്ചതാണോ അല്ലേ? ഇത് വലിയ വിവാദമായ ഒരു കാലത്ത്. മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചു, പക്ഷെ മനുഷ്യന്റെ പ്രവൃത്തികളെ അല്ലാഹു സൃഷ്ടിച്ചതാണോ? ഇത് 2-ാം നൂറ്റാണ്ടിൽ, 3-ാം നൂറ്റാണ്ടിൽ, 4-ാം നൂറ്റാണ്ടിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ വിവാദമായിരുന്നു. ഈ ഖദരികൾ വാദിച്ചു, മുഅ്തസിലികൾ വാദിച്ചു, അല്ലാഹു തആല മനുഷ്യന്റെ ഫിഅലുകളെ പ്രവർത്തിക്കുന്നില്ല, മനുഷ്യന്റെ ചെയ്തികളെ അല്ലാഹു സൃഷ്ടിക്കുന്നില്ല.
അത് മനുഷ്യനാണ് ഉണ്ടാക്കുന്നത്, അള്ളാഹ്ക്ക് അതിൽ പങ്കില്ല എന്ന് വാദിച്ചവരാണ് മുഅ്തസിലികൾ. അതേ വാദമാണ് ജഹ്മികൾ, ജബരികൾ, ഖദരികൾ ഒക്കെ ആ വാദക്കാരാണ്. മനുഷ്യന്റെ പ്രവൃത്തിയുടെ സത്താബ് അല്ലാഹയല്ല എന്നാണ് ഒരു വാദിച്ചത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും ഖാലിഖ് അല്ലാഹയാണ്. വസ്തുക്കളുടെ മാത്രമല്ല, പ്രവർത്തനങ്ങളുടെ ഖാലിഖ് അല്ലാഹയാണ്. ഞാൻ സംസാരിക്കുന്നു, ഈ സംസാരം എന്ന പ്രവൃത്തി എന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനാണെങ്കിലും എന്നിൽ സൃഷ്ടിക്കുന്നത് അല്ലാഹു തആലയാണ്. ഈ കലാം എന്നിൽ പടച്ചത് അല്ലാഹയാണ്, അത് ഉപയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മുഅ്തസിലികളുടെ വാദപ്രകാരം അത് പടച്ചത് ഞാൻ തന്നെയാണ്, ഉപയോഗിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ പ്രവൃത്തിയുടെ ഖാലിഖ് അല്ലാഹയല്ല. നമ്മൾ വെള്ളം കുടിക്കുന്നു, വെള്ളം കുടിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്നത് നമ്മളാണ്, എന്നാൽ അത് നമ്മിൽ പടച്ചതോ അല്ലാഹു തആലയാണ്. ഒരു കൈയുണ്ടായാൽ മാത്രം വെള്ളം കുടിക്കാൻ കഴിയില്ല. കയ്യും കിട്ടി, പാത്രം കിട്ടി, വെള്ളം കിട്ടി, ചുണ്ടുണ്ട്, തൊള്ളയുണ്ട്, അതുകൊണ്ട് മാത്രം വെള്ളം കുടിക്കാൻ കഴിയില്ല. അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന ആയത്തിന്റെ തഫ്സീറിൽ അമാനി മൗലൂദി വായിച്ചു നോക്കിയാൽ മതി. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ, പേന തന്നിട്ട് രേഖ എഴുതാൻ പറഞ്ഞാൽ നമ്മളെല്ലാം രേഖ എഴുതും. പേപ്പർ തന്നു, പെണ്ണ് തന്നു, കൈയുണ്ട്, എഴുതിക്കോന്നാല് അത് കഴിയില്ല. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. നാവുള്ള എല്ലാവർക്കും സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കുന്ന എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയില്ല, സംസാരിക്കുന്ന എല്ലാവർക്കും ഏത് ഭാഷ സംസാരിക്കാൻ കഴിയില്ല. എല്ലാവരും ഒരേ നാമം ഉപയോഗിക്കുന്നു. പക്ഷേ നമുക്ക് മനസ്സിലായി മലയാളത്തിൽ പറയണം, ഭാരതഭാഷ പറഞ്ഞാൽ നമുക്ക് ഒരു ശബ്ദം മാത്രമാണ്, ഒന്നും തിരിയില്ല. ഇത് സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തആലയാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും ഖാലിഖ് അല്ലാഹയാണ്. സൂറത്തുൽ സുമറിലെ 62ാമത്തെ വചനമാണ്. സൂറത്തുൽ സ്വഫാത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. വല്ലാഹു ഖലഖക്കും, അല്ലാഹു ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചവൻ, വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹു തആലയാകുന്നു. നിങ്ങളെയും പടച്ചു, നിങ്ങൾ ചെയ്യുന്നതിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. സ്വഫാത്തിലെ 96ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു. ഇമാം ബുഖാരി ഖൽഖ് അഫ്ആലുൽ ഇബാദ എന്ന കിതാബിൽ എഴുതി ഈ വിഷയത്തിൽ മാത്രമാണ് സൃഷ്ടികളുടെ പ്രവൃത്തികൾ അതെങ്ങനെ ഉണ്ടാകുന്നു, അതിന്റെ ഫാഇലാരാണ്, അതിന്റെ ഖാലിഖാരാണ് എന്ന വിവാദം വന്ന് കുടുംബി കൊണ്ടപ്പോൾ ഖദരികളും മുഅ്തസിലികളും ഒക്കെ വലിയ വിവാദമാക്കി മാറ്റുകയും സാധാരണക്കാരെ ഈമാൻ തെറ്റാൻ കാരണമായി മാറുകയും ചെയ്തപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് എഴുതിയ കിതാബാണ് ഖൽഖു അഫ്ആലുൽ ഇബാദ. ഖൽഖു അഫ്ആലുൽ ഇബാദ, അടിമകളുടെ പ്രവർത്തനങ്ങളുടെ സൃഷ്ടിപ്പ് എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതി. അത് സ്വഹാബത്തിന്റെയും താബിഈകളുടെയും തബഉ താബിഈകളുടെയും അതേപോലെ പ്രഗത്ഭരായ അഹ്ലുസുന്നത്ത് നേതാക്കന്മാരുടെയും എല്ലാം ധാരാളം ഉദ്ധരണികൾ എടുത്തു വെച്ചുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഖലാഖ് കൃത്യമായി പഠിപ്പിച്ചു. ഇന്നും ആ കിതാബ് ലഭ്യമാണ്, നമ്മുടെ കൈവശം അത് ഉള്ളതാണ്. ആ കിതാബിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാം. നബി ഞങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യസ്നഉ കുല്ല സാനിഇൻ വസുൻഅതഹു. അല്ലാഹു തആല ഉണ്ടാക്കുന്നു കുല്ല സാനിഇൻ, എല്ലാ നിർമ്മാതാവിനെയും നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്. എല്ലാ നിർമ്മാതാവിനെയും നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്. വസുൻഅതഹു, അവന്റെ നിർമ്മാണത്തെയും നിർമ്മിക്കുന്നവൻ അല്ലാഹുവാണ്. നിർമ്മാതാവിനെയും അവരുടെ നിർമ്മിതിയെയും രണ്ടും നിർമ്മിക്കുന്നവൻ അല്ലാഹു തആലയാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഖൽഖ് അഫ്ആലുൽ ഇബാദ എന്ന കിതാബിൽ സ്വഹീഹായ പരമ്പരയിൽ ഉദ്ധരിക്കുന്ന വചനമാണ്. അപ്പൊ ഈ 4 മർത്തബകളാണ് ഖലാ ഖദറിന്റെ അടിസ്ഥാനം. 1 റബ്ബിന്റെ ഇൽമ്, 2 റബ്ബിന്റെ കിതാബത്ത്, 3 റബ്ബിന്റെ ഇറാദത്ത് മശീഅത്ത്, 4 റബ്ബിന്റെ ഖൽഖ്. ഇതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം. ഈ വിഷയത്തിൽ ഈ 4 തെറ്റിപ്പോയ മനുഷ്യന്മാർ, നേരത്തെ പറഞ്ഞല്ലോ, റബ്ബിന് ഇൽമേ ഇല്ല എന്ന് വാദിച്ചവർ. കാരണം ഇൽമുണ്ട് എന്ന് പറഞ്ഞാൽ ഖലാ ഖദർ ഒരു പറഞ്ഞ അസ്ല് പൊളിയും. കിതാബത്ത് പോട്ടെ, എഴുതി വെച്ചത് പോട്ടെ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് പടച്ച റബ്ബിന് ഇന്നറിയാം എന്ന് സമ്മതിച്ചാൽ തന്നെ ഒരു ഖലാ ഖദർ വിശ്വസിക്കേണ്ടി വരും. അപ്പൊ ഖദർ ഇല്ലാതെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അല്ലാഹ്ക്ക് ഇൽമുമില്ല എന്ന് പറയാൻ നിർബന്ധിതരായി മാറി. ഈ ഇൽമു വെച്ചുകൊണ്ടാണ് ഇമാം അഹ്മദ് ഒക്കെ അത് അവരുമായി സംവാദം നടത്തിയത്. ഖദരിയാക്കളുമായി ഇമാം അഹ്മദ് സംബന്ധിച്ചിട്ടുണ്ട്.
ഖദരിയാക്കളുമായി ഇമാം ഷാഫി സംബന്ധിച്ചിട്ടുണ്ട്, ഖദരിയാക്കളുമായി ഇമാം അബൂ ഹനീഫ സംവാദം നടത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് അന്ന് പിടിച്ചത് ഈ പോയിന്റിലാണ്. അല്ലാഹുവിന്റെ കിതാബത്തല്ല അദ്ദേഹം പിടിച്ചത്. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല എന്ന് അവർ വാദിച്ചപ്പോ ഇമാം അഹ്മദ് വെച്ചു, അല്ലാഹു തആലക്ക് അറിയുമോ എന്ന് വെച്ചു. തീരുമാനം പോട്ടെ, തീരുമാനിച്ചോ ഇല്ലെന്ന് പോട്ടെ, എഴുതി വെച്ചോ എന്ന് പോട്ടെ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന് ഇന്നറിയുമോ? ചെതറിയപ്പെട്ടു. അറിയില്ലാതെ പറയാൻ ധൈര്യമില്ല ചെതറിക്ക്. അറിയെന്ന് പറഞ്ഞാലോ പിന്നെ പൊളിഞ്ഞു. ആയിക്കോട്ടെ, ആർന്നതിനെ നാളെ നടക്കുള്ളൂ. ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് റബ്ബിനെ ഇന്ന് അറിയുമെങ്കിൽ ആ അറിയുന്നതല്ലേ നടക്കുക. അപ്പൊ പിന്നെ സമ്മതിക്കണം. അപ്പൊ ചിലരുടെ ഉത്തരം പൊട്ടിപ്പോയി. ചിലരവിടെ ജയിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലാഹു തആല കയ്യിലില്ല. അപ്പൊ ചില നാളെ നീ എന്ത് ചെയ്യുമെന്ന് നിനക്കെന്താ അറിയോ? എനിക്കറിയാം. നാളെ ഞാനെന്ത് നമുക്കറിയാലോ, നടക്കുമല്ലോ വേറെ കാര്യം. നാളെ ഈ സമയത്ത് എന്താ നമുക്ക് പണി, നമുക്ക് ഇപ്പൊ ധാരണല്ലോ. അപ്പൊ എനിക്കറിയാം, പക്ഷെ അല്ലാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനേക്കാളും ഇൽമാർക്കാണ് നമുക്ക്. ഈ ഇൽമ എന്ന പോയിന്റ് വെച്ചുകൊണ്ടാണ് ഇമാം അഹ്മദ് ഒക്കെ അത് സംവദിച്ചത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് സംവദിച്ചു, അബൂ ഹനീഫ ഇമാം സംവദിച്ചു, ഇത്തരം ആളുകളുമായിട്ടൊക്കെ. അപ്പൊ ഇൽമിൽ തെറ്റിപ്പോയാണ് ഇൽമുണ്ട് പക്ഷെ കിതാബത്തില്ല എന്ന് പറഞ്ഞവർ, ഇൽമും കിതാബത്തുമുണ്ട് ഇറാദത്തില്ല മശിയത്തില്ല എന്ന് പറഞ്ഞവർ. മശിയത്തുണ്ടെങ്കിൽ ഒരു ന്യായം വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ടത് വരേണ്ടതാണ്. അപ്പൊ അബൂലഹബ് മുസ്ലിം ആയിട്ടില്ല, അന്നത്തെ വലിയൊരു മസലയാണ്. അബൂലഹബ് കാഫിറായി മരിച്ചുപോയി. അബൂലഹബ് കാഫിറാവാൻ അല്ലാഹു ഉദ്ദേശിച്ചതാണോ ഉദ്ദേശിച്ചതല്ലേ? അന്ന് അഹ്ലുസുന്നയുമായി ചോദിച്ച, സാധാരണക്കാരുടെ പോയി ചോദിച്ച, ഫിത്ന ഉണ്ടാക്കാൻ ചോദിച്ച ചോദ്യം, അബൂലഹബ് കാഫിറായി മരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചതാണോ അല്ലേ? അപ്പൊ അഹ്ലുസുന്നയെ പെട്ടെന്ന് പറയും അല്ലാഹു ഉദ്ദേശിച്ചതാണ്. പിന്നെന്തിനാ ഓനെ വിശ്വസിക്കാത്തതിന് ഓനെ ആക്ഷേപിക്കുന്നത്? അല്ലാഹു ഉദ്ദേശിച്ചാൽ നടക്കുള്ളൂ. എന്റെ വാദം അല്ലാഹു ഉദ്ദേശിച്ചാൽ നടക്കുള്ളൂ എന്നല്ലേ? അപ്പൊ നബിയോടെ പോയിക്കാൻ എന്തിനാ പിന്നെ അവനെ ഇസ്ലാം ക്ഷണിച്ചത്? വെറുപ്പണിയല്ലേ? അത് ശരിയാണ്. പിന്നെ എന്താ പറയാ? അപ്പൊ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ ഉദ്ദേശമില്ല എന്നാണ് ഒരു അതിന്റെ അവസാനം പിന്നെ അതിന്റെ റിസൾട്ട് ആയിട്ട് പറഞ്ഞു ഒപ്പിച്ചത്. അപ്പൊ അബൂലഹബ് ഈമാൻ സ്വീകരിക്കില്ല, അവൻ കുഫ്റിൽ തന്നെ മരിച്ചു പോകും. അത് റബ്ബിന്റെ ഉദ്ദേശം തന്നെയാണ്. അപ്പൊ അവർ അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ച കാര്യം അല്ലാഹുക്ക് ഇഷ്ടമുണ്ടാവൂലേ? അപ്പൊ കുഫ്ർ അല്ലാഹുക്ക് ഇഷ്ടമുണ്ടാവണ്ടേ? അത് ഖദരികൾക്കിടയിൽ വലിയ ചർച്ചയായി. അതിന് ഒരു രണ്ട് ഗ്രൂപ്പായി. ഒരു കൂട്ടർ പറഞ്ഞ അല്ലാഹുക്ക് കുഫ്ർ ഇഷ്ടമാണ്, പഠിച്ചവരെ കുഫ്ർ ഇഷ്ടമാണ്, വ്യഭിചാരം ഇഷ്ടമാണ്, തോന്നിയാസം ഇഷ്ടമാണ്, മോഷ്ടിക്കൽ ഇഷ്ടമാണ്, വിശ്വാസം ഇഷ്ടമാണ്. കാരണം എന്താ? ഇഷ്ടമില്ലാത്ത ഒന്ന് അല്ലാഹു ഉദ്ദേശിക്കൂലല്ലോ. അപ്പൊ ഈ നടക്കുന്ന അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. അപ്പൊ അതൊക്കെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഓരോട്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരാൾ വ്യഭിചരിച്ചാൽ ശിക്ഷിക്കാൻ പറ്റുമോ? വ്യഭിചാരം അല്ലാഹുക്ക് ഇഷ്ടമാണെങ്കിൽ ശിക്ഷിക്കാൻ പറ്റുമോ? വ്യഭിചരിക്കരുത് പറയാൻ പറ്റുമോ? അപ്പൊ റസൂലിനെ പറഞ്ഞേക്കാൻ പറ്റുമോ? ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നബി എന്തിനാ പറഞ്ഞത്? അല്ലാഹുക്ക് ഇഷ്ടമുള്ള സംഗതിയാണെങ്കിൽ ചെയ്യാനല്ലേ പറയേണ്ടത്? അപ്പോൾ അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. വ്യഭിചരിച്ചാൽ അല്ലാഹുവിന് ഇഷ്ടമാണ്, ശരി ശിക്ഷിച്ചു, അല്ലാഹുക്ക് അധികാരമുണ്ട്, ശിക്ഷിച്ചോട്ടെ, അപ്പൊ ചോദിക്കാൻ പോണ്ടാണ്. ഒരു മറുപടി അതായിരുന്നു. ഇതിന് ഉത്തരം കിട്ടായപ്പോ ചെറിയ പറഞ്ഞു അല്ലാഹുക്ക് ഇറാദത്തില്ല, അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്, പക്ഷെ അല്ലാഹുക്ക് ഉദ്ദേശമൊന്നുമില്ല, ഇറാദത്തില്ല, മശിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിനെ നിഷേധിക്കാൻ തയ്യാറായി. ചില പറഞ്ഞു ഇറാദത്തുണ്ട് പക്ഷെ ഖൽഖില്ല, അല്ലാഹുവല്ല പടക്കുന്നത്, പടക്കുന്നത് നമ്മളാണ്, അല്ലാഹു പടക്കുന്നില്ല. ഇതിന് ഈ നാല് മർത്തബയിലും വ്യത്യസ്തമായ തലങ്ങളിൽ ആളുകൾ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്ന എല്ലാത്തിനും മധ്യയാണ് നിലപാടെടുത്തത്. അഹ്ലുസുന്ന വസത്ത് എന്നുള്ളത് ഒരു വിഷയത്തിൽ മാത്രമല്ല. നിങ്ങളെ വസത്തിയായ ഉമ്മത്താക്കിയിരിക്കുന്നു, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു എന്നുള്ളത് എല്ലാത്തിലേക്കും ബാധകമാണ്. ഇതര മതങ്ങൾക്കിടയിൽ ഇസ്ലാം മധ്യമമാണ്, ഇതര സംഘങ്ങൾക്കിടയിൽ അഹ്ലുസുന്ന മധ്യമമാണ്, അഹ്ലുസുന്നയിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ സലഫിയത്ത് മധ്യമമാണ്. അതതിന്റെ പ്രത്യേകത. അപ്പൊ ഖദർ ഇല്ല എന്ന് പറഞ്ഞവർ, ഇനി ഖദറേ ഉള്ളൂ എന്ന് പറഞ്ഞവർ, അത് ജബരികൾ, ജഹ്ബുൽ സുഫാന്റെ ആളുകൾ, ജായിദ് ബിൻ ദിർഹമിന്റെ ആളുകൾ ഒക്കെ ഖദരിയത്തിന്റെ മറുവശമാണ്. അല്ലാഹു തആലയാണ് എല്ലാം തീരുമാനിക്കുന്നത്, അല്ലാഹുവാണ് എല്ലാം നടപ്പാക്കുന്നത്, നമുക്കതിന് റോളൊന്നുമില്ല. ആണ് ഓലവാദം. ഇവരെ എതിർക്കാൻ വേണ്ടി തിരിച്ചു വന്ന ടീമാണ് അവർ. മനുഷ്യന്മാർക്ക് റോളുമില്ല. മനുഷ്യൻ ഒരു കുളിപ്പിക്കുന്നവരെ മുമ്പ് മയ്യത്ത് പോലെയാണ്. മയ്യത്തിന് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ലല്ലോ.
കുളിപ്പിക്കാൻ ഇങ്ങോട്ട് മറിച്ചാൽ അങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മറിച്ചാൽ ഇങ്ങോട്ട് മാറി, ഇരുത്തിയായിരിക്കും, കിടത്തിയെ കിടക്കും, ഒന്നും ചെയ്യാൻ മയ്യത്തിന്. ഇതുപോലെയാണ് മനുഷ്യൻ. അല്ലങ്ങനെ തീരുമാനിക്കുക, അല്ല നടപ്പാക്കുക, അല്ലങ്ങനെ പ്രവർത്തിക്കുക, നമ്മളങ്ങനെ വിധേയമാകുക. പഠിച്ചോ നമ്മളെങ്ങാണ്ട് കൊണ്ടേക്കാൾ പള്ളി കയറ്റിയാൽ പള്ളി കയറും, അല്ലങ്ങനെ കൊണ്ടേ കള്ളുഷാപ്പ് കയറ്റിയാൽ കള്ളുഷാപ്പ് കയറും, അത് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കും, അല്ല ഒരു കള്ളുഷാപ്പ് പറഞ്ഞാൽ കള്ളുടിക്കും. ഒക്കെ പഠിച്ചോനെ ഇഷ്ടമാണ്, നമുക്കൊന്നുമില്ല. ഒരു സംഗതി പറഞ്ഞത്, കാറ്റടിക്കുമ്പോൾ ഇല അനങ്ങുന്നത് പോലെ. കാറ്റടിച്ച ഇല അനങ്ങോലോ, ആ ഇളക്കത്തിൽ ഇലക്ക് വല്ല ചോയ്സുമുണ്ടോ? ഒന്നുമില്ല. എന്നതുപോലെ അടിമകൾ, നമുക്കൊരു ചോയ്സില്ല, പഠിച്ചോ തീരുമാനിച്ചു, പഠിച്ചോ നടപ്പാക്കി. അപ്പൊ പിന്നെ ഈ തെറ്റ് ചെയ്ത് സൃഷ്ടിക്കാൻ പറ്റുമോ? അത് അള്ളാന്റെ സൃഷ്ടിയാണ്, മനുഷ്യ അള്ളാന്റെ ആണ്, നരകം അള്ളാന്റെ ആണ്, തീരുമാനം അള്ളാന്റെ ആണ്. അപ്പൊ അന്ന് സൃഷ്ടിച്ചു, അല്ലെ അല്ല സ്വഗത്ത് കൊണ്ടുപോയി നമുക്ക് ചോദിക്കാൻ പോണ്ടതാണ്. സൃഷ്ടിക്കുന്നത് ശരിയല്ല, അത് അനീതിയാണ്. പക്ഷെ അനീതി ചെയ്യാൻ അള്ളാഹ്ക്ക് അവകാശമുണ്ട് എന്ന ഒരു പറഞ്ഞത്. കാരണം അള്ളാന്റെ പഠിപ്പാണ്, അള്ളാന്റെ പഠിപ്പിന് അള്ളാഹ്ക്ക് എന്ത് ചെയ്യാലോ, നമ്മൾ ചോദിക്കാൻ പോണ്ട എന്ന് പറഞ്ഞ ആളുകളാണ് ജബരികൾ. അതിൽപ്പെട്ട ജഹ്ബിൻ സുഫാന്റെ ആളുകൾ. ജഹ്ബ് വലിയ ഫിത്നയായി. അവസാനം അന്നത്തെ ഇസ്ലാമിക ഭരണാധികാരി ജഹ്ബിനെ കൊന്നുകളഞ്ഞു. ഇസ്ലാമിക കോടതി വിധി പറഞ്ഞു, ജഹ്ബിനെ കൊന്നു. ഒരു ഫിത്ന സഹിക്കവയ്യാതെ അയ്യത്ത് തെറ്റിപ്പിന്റെ കുറച്ചുകൂടെ അപ്രത്യപ്പെട്ട വാദവുമായി എന്നാണ് ജായിദ് ബിൻ ദിർഹം. രണ്ടാളും തമ്മിൽ വലിയ ടൈപ്പായിരുന്നു. ജായിദ് ബിനെ ഖദറിൽ വലിയ വിവാദം ഉണ്ടാക്കിയ പക്ഷേ ജായിദ് ജഹ്ബിനേക്കാളും വലിയ ഫിത്നയായിട്ട് മാറി. ജായിദിനെ ബലിപെരുന്നാൾ ദിവസത്തിന് ഉദയത്തർത്ത് കളഞ്ഞു ഭരണാധികാരി. ഈദ്ഗാഹിന് എല്ലാവരും വന്ന കൂട്ടത്തിൽ ജായിദും വന്ന നിസ്കരിക്കാൻ ഖുതുബയ്ക്കാൻ ജായിദുണ്ട്. അങ്ങനെ ഭരണാധികാരി ഖുതുബയ്ക്ക് നടത്തി. നിസ്കാരം കഴിഞ്ഞ് ഖുതുബയും കഴിഞ്ഞിട്ട് ഖുതുബന്റെ അവസാനം പറഞ്ഞു, ഇന്ന് നിങ്ങളൊക്കെ കൊണ്ടുവന്ന ബലിമൃഗത്തെ നിങ്ങളെല്ലാം ബലി അറുക്കുക. ഞാൻ ജായിദിനെയാണ് ബലി അറുക്കുന്നത്. അല്ല, അവിടെ ഇട്ട് ജായിദിനെ പിടിച്ച് തല്ലിട്ടിട്ട് അവിടെ അറുത്ത് കളഞ്ഞു. അത്ര വലിയ ഷർറെന്ന് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പാഠമാകാൻ വേണ്ടി ഒരു ഭരണാധികാരി ചെയ്തു. ഭരണാധികാരിക്ക് അധികാരമുണ്ട് ചെയ്യാൻ. അത്ര വലിയ ഫിത്നയും ഫസാദുമായി വന്നതാണ് ജായിദ് ബിൻ ദിർഹം. അതേപോലെ ജഹ്ബ് ബിൻ സുഫ്വാൻ ഓലക്ക് അനുയായികളാണ് ജഹ്മികൾ, ജായിദികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. എന്തിനും ഏതൊരു യുക്തി കൊണ്ട് അളന്ന് യുക്തിക്ക് യോജിക്കാത്തവർക്ക് നിശ്ചയിച്ചു തള്ളി സാധാരണക്കാർക്ക് വസ്വാസം ഉണ്ടാക്കി ആളുകളെ ഈ മതത്തിക്കാൻ ശ്രമിച്ചവരായിരുന്നു അവരൊക്കെ. അപ്പൊ ഓല വാദപ്രകാരം മനുഷ്യന്മാർക്ക് ഒരു പ്രവർത്തനവും ഇല്ല, മനുഷ്യന്മാരൊന്നും ചെയ്യുന്നുമില്ല, മനുഷ്യന്മാർക്ക് ഒരു കഴിവുമില്ല, ഒരു കഴിവില്ല. ഓല പറഞ്ഞത് തീയിന് കരിക്കാൻ കഴിയില്ല, കത്തിക്ക് മുറിക്കാൻ കഴിയില്ല, വെള്ളത്തിൽ ദാഹം തീർക്കാൻ കഴിയില്ല. തീ ചൂടുന്നില്ല, തീ ചൂടില്ല. അതാ അയ്യക്ക് സാധനം ഇടുമ്പോ അല്ലാണ്ട് വിചാരിക്കുമ്പോ അപ്പഴ ചൂടുണ്ടാവും, അല്ലെങ്കിൽ ചൂടുന്നുണ്ടാവില്ല. കത്തിയോടെ മുറിക്കുമ്പോ പഠിച്ചവരോട് വിചാരിക്കുക അപ്പണ് മുറിയും, അല്ലെങ്കിൽ കത്തിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുറിക്കാനുള്ള പറ്റുന്നില്ല. ഇതാണ് അവരുടെ വാദം. അതിന് കുറച്ചുകൂടെ പെട്ടെന്ന് വിട്ടു പോയ ആളാണ് സൂഫിസ്റ്റുകൾ. ഒരു പോലെ ഒന്നുമില്ല, ഒന്നുമില്ല, യാഥാർത്ഥ്യമില്ല, ഒന്നിനും ഒരു യാഥാർത്ഥ്യമില്ല. ആകാശമില്ല, ഭൂമിയില്ല, മനുഷ്യനുമില്ല, ജിന്നുമില്ല, ഒന്നുമില്ല, അല്ല മാത്രമേ ഉള്ളൂ. ഒരു സാധനം ഇല്ലെന്ന് വായിച്ചാണ് സൂഫിസ്റ്റുകൾ. ഹഖീഖത്തില്ല, എല്ലാം മിഥ്യയാണ്, എല്ലാം കേവലം സങ്കല്പമാണ്, എല്ലാം മിഥ്യയാണ്, ഈ പ്രപഞ്ചം തന്നെ ഇല്ല. ഒരു വലിയ നേതാവ് ശിഷ്യന്മാരെ കൂടെ നടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ ഈ തത്വജ്ഞ പറഞ്ഞോട്ട് ഉപദേശിച്ച് ശിഷ്യന്മാരെ ക്ലാസ് എടുത്തുകൊണ്ട് ഉസ്താദ് മുമ്പിലും ശിഷ്യന്മാരെ ബാക്കിലും പോവാണ്. അതിനെടുക്കാതെ ഉസ്താദ് മുമ്പിൽ കുഴിക്ക് വീണു. വീണപ്പോ ഉസ്താദ് വീണ ഉസ്താദ് വീഴേ, ഉസ്താദ് ചെല്ലോ, ഉസ്താദ് ഉണ്ടെങ്കിൽ വീഴ, ഉസ്താദ് ഇല്ല, അല്ലട കുഴിയോ ചെല്ലോ. അപ്പൊ ഭയങ്കര തർക്കം വരുമ്പോ കുഴിയുണ്ടോ, ഉസ്താദ് ഉണ്ടോ, പിന്നെ അവിടെ നിന്നൊരു തർക്കായി. ഇയാളെ കൊടുക്കുന്ന അരിമണി കുട്ടിയാണ് രക്ഷപ്പെടുത്താൻ വേണ്ടി ഓല് തമ്മിൽ ഭയങ്കര കച്ചറ. പേച്ചു പോയി, തെറ്റി, കുഫ്ർ സംഭവിച്ചു, ശിർക്ക് സംഭവിച്ചു, ഇത് വളരെ കുഴിയുണ്ട് വാദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മളാ ഈമാൻ തെറ്റിപ്പോയി. ഉസ്താദിന്റെ വാദിച്ചോ ഈമാൻ തെറ്റിപ്പോയി. അങ്ങനെ ഭയങ്കര ബഹളം കച്ചറയും. ഉസ്താദ് അവിടെ കിടന്ന് വലിച്ചു തന്നെ കുഴി കിടന്നിട്ട് രക്ഷപ്പെടുത്തിയാലും. കാരണം ഓല കച്ചറയും പാടിക്കാണ്ട് ഈ തർക്കം തീർന്നപ്പോഴേക്ക് ഉസ്താദ് കുഴി കിടന്ന് മരിച്ചുപോയി. അതാണ് സൂഫിസ്തായി. ഹഖീഖത്തില്ല, ഒരു സംഗതിക്കും ഹഖീഖത്തില്ല, എല്ലാം മിഥ്യയാണ്, എല്ലാം സങ്കല്പമാണ് എന്ന് വാദിച്ച ആളുകൾ വരെ ഇസ്ലാമിന്റെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അഹ്ലുസുന്ന ഇതിന്റെ മധ്യയാണ്, വസത്താണ്. അള്ളാന്റെ തീരുമാനമുണ്ട്, എന്നാ മനുഷ്യന്മാർക്ക് പ്രവൃത്തിയുമുണ്ട്.
വമാ തശാഊന ഇല്ല അൻ യശാ അല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലാഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ രണ്ട് കാര്യം കിട്ടി. നമുക്ക് ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം പടച്ചോന്റെ ഉദ്ദേശത്തിന് പുറത്തല്ല, അതിന് താപിയായിട്ട് അനുബന്ധമായി സംഭവിക്കുന്ന കാര്യം മാത്രമാണ്. അപ്പൊ മനുഷ്യന്മാർക്ക് പ്രവൃത്തിയുണ്ട്, അതുകൊണ്ടാണ് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചത്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളല്ല പഠിച്ചു, നിങ്ങൾ പ്രവർത്തിക്കുന്നതും അല്ല പഠിച്ചു, അപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലായല്ലോ. സമാനമായ ഒരുപാട് കാര്യങ്ങൾ. കഴിയാത്ത കാര്യം നീ ഞങ്ങളെ മേൽ വഹിപ്പിക്കല്ല. കഴിവിനപ്പുറം അല്ലാഹു കൽപ്പിക്കുകയില്ല. അപ്പോൾ കഴിവുണ്ട് എന്ന് മനസ്സിലായി. നിസ്കരിക്കണം, നിന്ന് നിസ്കരിക്കണം, കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം, കഴിയില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. അപ്പോൾ കഴിവ് മനുഷ്യന്മാർക്ക് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. ഹജ്ജ് പറഞ്ഞപ്പോൾ ഹജ്ജ് നിർബന്ധമാണ് കഴിവുള്ളവർക്ക്. മനുഷ്യന്മാർക്ക് കഴിവുണ്ട്, ആ കഴിവും പടച്ചറപ്പിന്റെ തീരുമാനത്തിനും അവന്റെ ഇറാദത്തിനും അവന്റെ ഇൽമിനും അവന്റെ കിതാബത്തിനും എല്ലാം വിധേയമാണ്. ഇതിനപ്പുറത്ത് മനുഷ്യൻ പോണില്ല. അതാണ് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹ ആയത്ത്. മനുഷ്യന്മാരെ നിങ്ങളെല്ലാം ഫഖീർമാരാണ്, അല്ലാഹയാണ് വലിയ. കാരണം നമ്മളെല്ലാം പഠിച്ചോ തന്നത്, നമ്മളെ തൊന്നുമില്ല, എല്ലാം ഔദാര്യമായി കിട്ടിയത്. ഫഖീറാണ് നമ്മൾ, അല്ലാഹയാണ് വലിയ. ഞാൻ ഫഖീർ അല്ലാന്ന് എപ്പോൾ തോന്നുവോ അപ്പൊ കിബറുണ്ടാവും. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്ന. അവൻ ധന്യനാണ് തോന്നുമ്പോൾ അവൻ അക്രമിയായി മാറുന്നു. നമ്മൾ ധന്യന്മാരല്ല, നമ്മൾ ഫഖീറന്മാരാണ്. അതുകൊണ്ടാണ് വലാ തഖിൽ ഇലാ നഫ്സി തറഫത ഐൻ, കണ്ണ് ചെമ്മി തുറക്കുന്ന സമയം പോലും എന്നെ ഏൽപ്പിക്കല്ല. കാരണം ഒന്നുമില്ല, നമ്മൾ ഫഖീറന്മാരാണ്. നമ്മൾ അബ്ദാണ്, അടിമയാണ്. ഏറ്റവും വലിയ ദർജയാണ് അബ്ദാവുന്നത്. ഏറ്റവും മഹത്തമായ സ്ഥാനമാണ് അല്ലാഹുവിന്റെ അടിമയാവുക. അടിമ എന്ന മോശമല്ല, അല്ലാഹുവിന്റെ അടിമ. നമുക്കൊന്നുമില്ല, എല്ലാം പഠിച്ചു തന്നതാണ്. ആ റബ്ബിന് വിധേയപ്പെട്ട് അവൻ തന്നത് ഉപയോഗിച്ച് അവന്റെ ഉദ്ദേശപ്രകാരം മാത്രം പോണതാണ്. അതുപോലെ നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തിൽപ്പെട്ട ഒന്നാണല്ലോ ഇസ്രാ മിഅ്റാജ്. അത് പറഞ്ഞപ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്കെന്താണ്? സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. തന്റെ അടിമയെ കൊണ്ടുപോയ അല്ലാഹു തആല പരിശുദ്ധനാണ്. കണ്ടോ, അത്ര വലിയ സംഭവം പറയുമ്പോ തന്റെ അടിമ, അങ്ങനെ ഏറ്റവും വലിയ മഹത്വമാണ് അബ്ദ്. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണം തന്റെ അടിമയാണ് പറഞ്ഞത്. എല്ലാ അമ്പിയാക്കളും അബ്ദായി വന്നവരാണ്. ഇൻകുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിയ റഹ്മാനി അബ്ദാ. ആകാശഭൂമിയിലെ ഒന്നും തന്നെ അല്ലാഹുവിനെ അബ്ദായി വരാതെ ആരുമില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ വല്ലാത്ത സമാധാനം കിട്ടും. പിന്നെ ഒന്നുമില്ല, ടെൻഷൻ നഷ്ടപ്പെട്ട ടെൻഷന്. അതാണ് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബേ, നീ തന്നാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ തരാനും പാടില്ല. അപ്പൊ പിന്നെ സിദ്ധമായത്തേക്കും പോകൂല, ആൾദൈവത്തേക്കും പോകൂല, ജാറത്തിലേക്കും പോകൂല, ആ വക ഒരു കേന്ദ്രത്തേക്കും പോകൂല. ഈ ചികിത്സിക്കുന്നിടത്ത് പോലും മരുന്ന് സബ് മാത്രമാണ്, മരുന്നല്ല ശിഫയാക്ക്. ശിഫയാക്ക് അല്ലാഹയാണ്. അല്ലാഹുമ്മ ശിഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. അല്ലെങ്കിൽ മരുന്ന് കഴിച്ച എല്ലാവർക്കും മാറണം. മരുന്നാണ് ഷാഫിയെങ്കിൽ മരുന്ന് കഴിച്ച എല്ലാവർക്കും മാറണം. മരുന്ന് കഴിക്കാത്ത ആർക്കും മാറാനും പാടില്ല. ഷാഫി അല്ലാഹയാണ്. മരുന്ന് ഒരു നിമിത്തം മാത്രമാണ്, പ്രാർത്ഥന ഒരു നിമിത്തം മാത്രമാണ്, സംസം വെള്ളം നിമിത്തം മാത്രമാണ്, ഭക്ഷണം കഴിക്കൽ വിശപ്പ് മാറാനുള്ള നിമിത്തം മാത്രമാണ്, വെള്ളം കുടിക്കൽ ദാഹം മാറാനുള്ള ഒരു നിമിത്തം മാത്രമാണ്, ലൈംഗിക ബന്ധം മക്കളുണ്ടാവാനുള്ള ഒരു നിമിത്തം മാത്രമാണ്. എല്ലാം അസ്ബാബുകൾ, കാര്യകാരണങ്ങൾ മാത്രം. ചെയ്യുന്നവൻ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചറപ്പിനെ കൊണ്ട് യാതൊരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. കഴിവുകൾ മുഴുവനും പടച്ചറപ്പിനുള്ളതാണ്. ആ റബ്ബ് അതിന്റെ സ്ഥാനത്ത് എന്തൊക്കെ നിശ്ചയിച്ചോ അത് നടക്കുന്നു. അതിനാണ് കാര്യകാരണം വന്നത്. അതിനുള്ളിലാണ് എല്ലാം പഠിപ്പും. പിന്നെ ഇത് മനസ്സിലായ പിന്നെ ജിന്ന ഭൗതികാണോ മൽക്ക ഭൗതികാണോ ഈ ചോദ്യം ഒന്നും ഉണ്ടാവില്ല. പടച്ചറപ്പിന്റെ ഖദാ ഖദർ ശരിയാവണ്ണം ഈ 4 മർത്തബ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് ഈമാനായി മാറുക. ഈമാൻ ഖദാ ഖദർ ഈമാനാണ്, കേവലം അംഗീകരിക്കലല്ല. ഈമാനാകണമെങ്കിൽ 3 കാര്യം വേണം. 1 ഖൽബിൽ ബോധ്യം വരണം, 2 നാവ് കൊണ്ട് പറയണം, 3 പ്രവൃത്തി പദത്തിൽ അത് കാണണം. അതാണ് ഈമാൻ. അഹ്ലുസുന്നക്ക് ഈമാൻ 3 കാര്യം നോക്കുമ്പോഴാവും. പലർക്കും അത് വേണ്ട. ചിലർക്ക് പറഞ്ഞാൽ മതി, വിശ്വാസം വേണ്ട. ചിലർക്ക് വിശ്വാസം ഉണ്ടായാൽ മതി, പറയേണ്ടതില്ല. ചിലർക്ക് അമൽ ഈമാന്റെ ഭാഗമല്ല.
അഹ്ലുസുന്നക്ക് അതല്ല, മൂന്നും വേണം. ഖൽബിൽ ബോധ്യം വേണം, നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, വഅമലുൻ ബിൽ ജവാരിഹ് ഔ അമലുൻ ബിൽ അർകാൻ, അവയവങ്ങൾ കൊണ്ട് അമൽ ചെയ്യണം. ഇത് ഒക്കുമ്പോഴാണ് വളരെ ഈമാൻ. അപ്പോൾ ഖദാ ഖദർ ഈമാനാണ്. ഈ 4 തരത്തിലുള്ള ഖദാ ഖദർ ഒരു ബോധ്യം വേണം. അത് അവന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം, അത് പ്രകാരം പോലെ ജീവിതത്തെ ക്രമീകരിക്കണം. അപ്പോൾ സംഗതി നഷ്ടപ്പെട്ടു പോയി, ഒരു നിരാശല്ല. ഒരു വേണ്ടപ്പെട്ടവർ മരിച്ചു, നമ്മളൊക്കെ അല്ലാഹുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അത് സമാധാനമാണ്. നമ്മൾ അങ്ങേറ്റം ആഗ്രഹിച്ച കാര്യം നടക്കാതെ മുടങ്ങിപ്പോയി, അല്ലാഹുവിനെ പറ്റി മോശം അഭിപ്രായം പറയില്ല, അതിനല്ല റബ്ബ് കണക്കാക്കി അത്രേ ഉള്ളൂ. ബിസിനസ് ഒന്നാകെ പൊളിഞ്ഞു പോയി, അതിനല്ല അമ്പത്ര കണക്കാക്കിയുള്ളൂ, ഖലാസ്. പിന്നെ ടെൻഷനില്ല. മാരകമായ രോഗം വന്നു, എന്താ റബ്ബ് ഇങ്ങനെ, എന്താ പഠിച്ചോട് ഇങ്ങനെ, ഇല്ല, ആ ചോദ്യമില്ല. അൽഹംദുലില്ലാഹ്, നിങ്ങൾ പറയുമായിരുന്നല്ലോ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അൽഹംദുലില്ലാഹ് അത് പറയണമെങ്കിൽ ഖദാ ഖദർ പഠിക്കണം. നമ്മുടെ ഈമാനിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ. ഖദാ ഖദറിലെ വിശ്വാസം, അത് അഹ്ലുസുന്ന അംഗീകരിച്ച വിശ്വാസമാണ് ഈ പറഞ്ഞത്. അതിലാണ് ഒരുപാട് വിഭാഗങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോയത്. അതൊക്കെ നമ്മൾ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, ശരിയാക്കി നമ്മൾ പഠിക്കുക, അത് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട് ഇതേപോലുള്ള ഒരു ഭാഗം അഹ്ലുസുന്നയുടെ നിലപാടുകളും പിഴച്ചുപോയ ആളുകളുടെ നിലപാടുകളും അത് നാളത്തെ ക്ലാസ് നമുക്ക് അത് പറയാം. നാളെ തീർന്നില്ലെങ്കിൽ ബാക്കി മറ്റന്നാളെ പൂർത്തീകരിക്കുകയും ചെയ്യാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.